ഹലോ വെൽക്കം ബാക്ക് ടു നെസീസ് ടേസ്റ്റി മീൻസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് പോലും വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മതി ഈ ഒരു മന്തി തയ്യാറാക്കി എടുക്കാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം മന്തിയിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വേണ്ടത് 3 ഏലക്ക, 3 ഗ്രാമ്പ്, ഒരു ചെറിയൊരു കഷ്ണം പട്ട എന്നിവയാണ്. അത് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/2 ടേബിൾ സ്പൂണോളം ഉള്ളി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം, പിന്നെ ഒരു 2 വറ്റൽമുളക് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി റെഡ് ചില്ലി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക്, കുറച്ച് എരിവ് അധികം വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 4-5 ചെറിയ അല്ലി വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. വെളിച്ചെണ്ണ ഒരിക്കലും യൂസ് ചെയ്യരുത്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു മസാലയിലോട്ട് അധികം ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട, ഇത്ര തന്നെ മതി കേട്ടോ. ആദ്യമായിട്ടൊക്കെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഉപ്പ് ലാസ്റ്റ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിൽ ചിക്കൻ ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ബീഫ് മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫിൻ്റെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ചിക്കൻ സ്റ്റോക്കാണ്. അത് ഞാൻ 2 ക്യൂബ് ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഇതിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ബീഫിലോട്ടുള്ള സാൾട്ട് ഇതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ബീഫ് എടുത്തിട്ടുണ്ട്. 700 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് 1 കിലോ എടുക്കുകയാണെങ്കിൽ കുറച്ച് അധികം ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി. അതിനനുസരിച്ച് ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഇതിൽ നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൈ വെച്ച് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അതവിടെ മാറ്റി വെച്ച് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് മല്ലിയില, അതുപോലെ ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം, ഇതൊക്കെ ചെറുതായിട്ട് കുനുകുനാ അരിഞ്ഞ് എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് പുതിനയില എന്നിവയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് മന്തിയിലോട്ട് ആവശ്യമായിട്ടുള്ള ഓയിലാണ്. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഓയിലൊന്നും യൂസ് ചെയ്യണ്ട, അപ്പോൾ നമുക്ക് പെട്ടെന്ന് മടുപ്പ് വരും. ചിക്കനിലൊക്കെ നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നത് പോലെ ബീഫിലും മട്ടനിലും മന്തി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരുപാട് ഓയിൽ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതിൽ തന്നെ ഓയിൽ ഉണ്ടാവും. ഇത് നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 2 മണിക്കൂർ മിനിമം മാറ്റി വെക്കുക കേട്ടോ. ഒരു ഓൾനൈറ്റ് വെക്കാൻ അത്രയും നല്ലത്. അപ്പോൾ ഞാൻ 2 മണിക്കൂറിന് ശേഷം ഇതൊന്ന് കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 8 വിസിൽ വരെയാണ് ഞാനിതൊന്ന് വേവിച്ചെടുക്കുന്നത്. അതിനുശേഷം അതൊന്ന് ആവിയൊക്കെ പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ ബീഫ് നല്ല പോലെ കുക്കായിട്ട് വന്നോളും. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള ബസ്മതി റൈസ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 4-5 പേർക്ക് നല്ലപോലെ കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇനി നമുക്ക് നല്ലപോലെ ഈ അരി ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് ഊറ്റിയെടുക്കണം. ഇനി നമുക്ക് ചോറ് തയ്യാറാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള പോട്ടിലോട്ട് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂണ് വീതം ചെറിയ ജീരകം, മല്ലി, 1 ടീസ്പൂണ് കുരുമുളക്, 2 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട എന്നിവ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വേ ലീവ്സും ഉണക്കനാരങ്ങയും ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയും കൂടെ ചേർത്ത് വഴറ്റി അതിലോട്ട് ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പോളം ക്യാപ്സിക്കം, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് കേട്ടോ, അത് ഒന്ന് നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം.
വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലോട്ടൊരു ചിക്കൻ ക്യൂബും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബീഫ് ക്യൂബ് കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഊറ്റിയെടുത്തിട്ടുള്ള അരിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. ഈ ഒരു സമയം ഇതിലോട്ടുള്ള വെള്ളം ഒന്ന് ചൂടാക്കി വെക്കണം കേട്ടോ. നമ്മൾ ഹോട്ട് വാട്ടറാണ് ഇതിലോട്ട് ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 5.5 കപ്പ് വെള്ളമാണ് 3 കപ്പ് അരിക്ക് എടുത്തിട്ടുള്ളത്. അതായത് 1 കപ്പിന് 2 കപ്പ് എന്ന രീതിയിൽ എടുത്തിട്ട് 1/2 കപ്പ് വെള്ളം കുറച്ചെടുത്താൽ മതി. എന്നാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് റൈസ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും കൂടി പോകരുത് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ. കാരണം നമ്മൾ ഇതിൽ ബീഫിൻ്റെ സ്റ്റോക്കൊക്കെ ഒഴിക്കുമ്പോൾ ഓൾറെഡി ഇതിലൊരു ഉപ്പ് വരും. അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്തിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. അതായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ കുറച്ചിട്ട് കൊടുത്തിട്ട് അത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് അവിടെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ബീഫ് ഒന്ന് നോക്കാം. അപ്പോൾ ബീഫ് തുറന്ന് നോക്കിയപ്പോൾ ബീഫൊക്കെ നല്ല പോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ബീഫ് കണ്ടില്ലേ, നല്ല രീതിക്ക് തന്നെ ഇത് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ബീഫിൽ കുറച്ചധികം സ്റ്റോക്ക് ഉള്ളത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അതിന് മുമ്പ് കുറച്ച് അത് 2 ടേബിൾ സ്പൂണോളം ബീഫിൻ്റെ സ്റ്റോക്ക് ഇതുപോലെ ഒരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് ചോറിലോട്ട് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അഥവാ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ഒന്ന് അടച്ച് വെക്കുമ്പോഴേക്ക് നമ്മുടെ ചോറ് ഓൾമോസ്റ്റ് കുക്കായിട്ട് കിട്ടും. ഇപ്പോൾ ഒരു 90-95% കുക്കായിട്ടുണ്ട്. ബാക്കി ദമ്മിൽ അതങ്ങ് കുക്കായിക്കോളും. ഇതാ നമ്മുടെ ബീഫിൻ്റെ സ്റ്റോക്കൊക്കെ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾ കലക്കിയ വെള്ളമോ അല്ലെങ്കിൽ ഞാനിവിടെ വിനെഗറാണ് എടുത്തിട്ടുള്ളത്. വിനെഗർ ഒഴിക്കുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് വിനെഗർ, ഒരു ടീസ്പൂൺ വിനെഗറിൽ മഞ്ഞൾപ്പൊടി ഒന്ന് കലക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കളറൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ഇത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വീട്ടിലൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരിക്കലും കളർ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി കലക്കിയ ആ ഒരു വിനെഗറും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വറ്റിച്ചെടുത്ത ആ ഒരു ബീഫ് ഉണ്ടല്ലോ, അതൊന്ന് നമുക്കിതിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ച് കൊടുക്കാം. അപ്പം തന്നെ ബീഫിൻ്റെ ഒരു മണവും ആ ഒരു നല്ലൊരു ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടും. ഭയങ്കര ഫ്ലേവറാണ് കേട്ടോ വരിക ഈ ഒരു സമയത്ത്. അപ്പോൾ കഴിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും, നല്ല സോഫ്റ്റും ആയിരിക്കും ഈ ഒരു ബീഫ്. ഇനി നമുക്ക് ഇതൊന്ന് അടുപ്പിൽ വെച്ചിട്ടൊന്ന് ദമ്മ് കയറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ബാക്കി സ്റ്റോക്കും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫാം കത്തിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓയിൽ ഒഴിച്ച് ഇത് ഒന്ന് പുകയിച്ചെടുക്കണം. അപ്പം ഞാനൊരു ഫാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒരു ഫാം കത്തിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് ഇതിൻ്റെ ഒന്ന് പുകയിച്ചെടുക്കണം. ഇനി നമുക്ക് പോട്ടിൻ്റെ ലിഡ് വെച്ച് കൊടുക്കാം. അതിലുള്ള ഹോൾസ് ഒന്ന് ഒരു ഫോയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം. ഒരു കറക്റ്റ് 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കുക. എന്നിട്ട് 15 മിനിറ്റിന് ശേഷം മാത്രം ഓപ്പൺ ആക്കുക. സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിന് ശേഷം മാത്രം ഓപ്പൺ ആക്കുക. ഞാനിവിടെ 15 മിനിറ്റിന് ശേഷമാണ് കേട്ടോ ഓപ്പൺ ആക്കിയത്. അപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു മന്തിയുടെ ഒരു സ്മെല്ലും എല്ലാം കൂടെ നല്ലൊരു ഫ്ലേവറാട്ടോ ഇത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ആദ്യം തന്നെ മുകളിലുള്ള ബീഫൊക്കെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം വളരെ സാവധാനം നമ്മുടെ ഈ റൈസൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് കുഴച്ച് റൈസൊന്നും പൊടിഞ്ഞു പോവാൻ പാടില്ല. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് ആദ്യം റൈസ് സെർവ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബീഫും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ബീഫ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. മാത്രമല്ല വളരെ സിമ്പിളാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് പോലും ഒരു തെറ്റും കൂടാതെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായിട്ട് കാണാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കാനായിട്ട് മറക്കരുത്. ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ഫ്രം നസീസ് ടേസ്റ്റി മീൻസ്.